നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടം MLAക്ക് ജാമ്യം കിട്ടാനും കിട്ടാതിരിക്കാനും കാരണങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടവും ഈ പറയുന്ന പരാതിക്കാരിയും തമ്മിൽ സൗഹൃദത്തിലായിരുന്നുവെന്നും ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമാണ് നടന്നത് എന്നുമാണ് പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഭാഗം ഉന്നയിക്കുന്ന ആരോപണം, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഭാഗം ഉന്നയിക്കുന്ന കാരണം. എന്നാൽ ഈ പരാതിക്കാരി പറയുന്നത് തന്നെ മാനസികമായും ശാരീരികമായും സാമ്പത്തികപരമായും ഒക്കെ തന്നെ ചൂഷണം ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ പുറത്തു വരുന്ന വാട്സപ്പ് ചാറ്റുകളിലുമൊക്കെ തന്നെ വ്യക്തമാകുന്നത് ഈ പറയുന്ന പോലെ തന്നെ ഈ പരാതിക്കാരി പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. സാമ്പത്തികപരമായും അല്ലാതെയും ഒക്കെ തന്നെ രാഹുൽ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ ശരിയാണ്. പക്ഷെ അപ്പോഴും പരാതിക്കാരിയും അതിന് അത്തത്തക്കത്തിലുള്ള മറുപടിയാണ് നൽകിക്കൊണ്ടിരുന്നതെന്നാണ് ഉള്ള കാര്യമാണ് വരുന്നത്. അതായത് 3 BHK ഫ്ലാറ്റാണ് എനിക്ക് ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ എനിക്ക് ആവശ്യം 3 BHK ഫ്ലാറ്റ് ആണ് എന്ന് പറയുമ്പോൾ അവിടെ പരാതിക്കാരി പറയുന്നത് 2 BHK പോരെ, എന്തായാലും ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത് എന്നുള്ള കാര്യം. അതായത് ഇപ്പോൾ 2 BHK ആയാലും 3 BHK ആയാലും 1 BHK ആയാലും ഒക്കെ വാങ്ങി നൽകാൻ താൻ റെഡിയാണ് എന്ന തരത്തിലുള്ള തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങളാണല്ലോ. തീർച്ചയായും ഈ കാര്യവും ഒക്കെ തന്നെ കോടതി ചൂണ്ടിക്കാണിക്കും, അല്ലെങ്കിൽ കോടതിയുടെ ചോദ്യങ്ങളിൽ നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് ഇവിടെ എടുത്തു പറയുന്നത് രണ്ടുപേർ തമ്മിലുള്ള സൗഹൃദപരമായി ഉഭയകക്ഷി ബന്ധം നടന്നതിന് ശേഷം പിന്നീട് അതൊരു ബലാത്സംഗമാണെന്നോ പീഡനമാണെന്നോ പറഞ്ഞു വരാൻ കഴിയുകയില്ല എന്നാണ് പറയുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടം MLAയുടെ അഭിഭാഷകർ മുന്നോട്ട് വെക്കുന്ന ആ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, പരാതി കെട്ടിച്ചമച്ചതാണ് എന്നുള്ളതാണ്. ഇത് കെട്ടിച്ചമച്ച പരാതിയാണ്. തന്നെ ശാരീരികമായും രാഷ്ട്രീയപരമായും തൻ്റെ കരിയർ നശിപ്പിക്കാനായിട്ട് കെട്ടിച്ചമച്ചതാണ്. അതിൽ ആ സന്ദേശത്തിൽ തന്നെ പറയുന്നു, മെസ്സേജിൽ തന്നെ പറയുന്നു, ഇതെല്ലാം നീ മറന്നതിന് ശേഷം നിന്നെ വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുമല്ലോ, അപ്പോൾ നമുക്കൊന്ന് കാണണം എന്നാണ് പരാതിക്കാരി ഭീഷണി മുഴക്കുന്ന പോലെ തന്നെ പരാതിക്കാരി പറയുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഉത്തരം കൊടുക്കുന്നതാണ്, ഞാൻ ഇതെല്ലാം ഇതിനപ്പുറവും കണ്ടു നിൽക്കുന്നു, ഇനി എനിക്ക് ഒന്നും ചെയ്യാനില്ല, നീ എന്ത് വേണോ ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട് പരാതിക്കാരി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. 2, ബന്ധം ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് എന്ന് പറയുന്നു. അതായത് ബന്ധം ഉഭയകക്ഷി സമ്മതപ്രകാരമാണെന്ന് പറയാൻ പ്രധാന കാരണം രണ്ടുപേരും ഒരുമിച്ചാണ് ഹോട്ടലിൽ വരുന്നത്. ഹോട്ടൽ മുറിയെടുത്തത് പരാതിക്കാരിയാണ്. ഈ മുറിയെടുത്തത് രണ്ടുപേരും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകൾ വഴി നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ രണ്ടുപേരും തമ്മിലും സൗഹൃദത്തിലായിരുന്നു, നല്ലൊരു ബന്ധം പുലർത്തിയിരുന്നു എന്ന് പറയുന്നു. 3 എന്ന് പറയുന്നത് ഇതൊരു പീഡനമല്ല, മറിച്ച് ഇതൊരു ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ബന്ധമായിരുന്നു, ലൈംഗിക ബന്ധമായിരുന്നു. രണ്ടുപേരും 18 വയസ്സ് കഴിഞ്ഞവരാണ്. അപ്പോൾ അവർ രണ്ടുപേർക്കും ഇഷ്ടത്തോടു കൂടിയാണ് അവർ ഈ ലൈംഗികമായി ഇവർ ബന്ധപ്പെട്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഒരു പീഡനം നിലനിൽക്കുക എന്ന ചോദ്യം വരുന്നുണ്ട്. 4, വിവാഹിതയായിരുന്നു എന്ന് അറിഞ്ഞിരുന്നില്ല രാഹുൽ മാങ്കൂട്ടം. ഈ പറയുന്ന യുവതി വിവാഹിതയായിരുന്നു എന്ന് അറിഞ്ഞില്ല എന്ന് പറയുന്നു. അപ്പോഴും ഈ പറയുന്ന ചാറ്റിന്റെ ഒക്കെ തന്നെ പൂർണ്ണ രൂപം അറിയേണ്ടതുണ്ട്. എന്തായാലും ആ കാര്യം കോടതി ഏതായാലും ബോധ്യപ്പെടും. 5 എന്ന് പറയുന്നത് മനഃപൂർവ്വം കെട്ടിച്ചമച്ച കഥയിൽ ഈ പരാതിക്കാരി നിന്നുകൊടുത്തു എന്നുള്ള ഒരു ആക്ഷേപം ഉയരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം മുൻപ് ഒരു പരാതിയുമായി വരാതിരുന്നത് എന്ന ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് പരാതിയുമായി വരാതിരുന്നത് എന്ന ചോദ്യത്തിന് മറുപടിയൊന്നും തന്നെ പ്രത്യേകിച്ച് ലഭിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇനി അതിജീവിതം അല്ലെങ്കിൽ പരാതിക്കാരുടെ ഭാഗത്ത് നിന്നും പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്ന് പറയുന്നത് പരാതി ഗുരുതരമാണ് എന്നുള്ളതാണ്. അതായത് മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതിന് ശേഷം കണ്ട മാത്രയിലെ ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ പീഡനമായിരുന്നു എന്നാണ് പറയുന്നത്. മാനസികമായി പീഡിപ്പിച്ച ശേഷം തുപ്പുകയും അടിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. ഏകദേശം 3 മണിക്കൂർ കെട്ടിയിട്ട് പീഡനം അനുഭവിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറയുന്നു. ഇനി സ്ഥിരം കുറ്റവാളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നു. വിവാഹ വാഗ്ദാനം നൽകി ഇതിനു മുൻപും സ്ത്രീകളെ ഇത്തരത്തിലുള്ള പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി 5ാമത്തെ പോയിന്റ്, സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാഹചര്യമുണ്ട്, അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കരുത് എന്ന് പറയുന്നു. അതായത് ഈ പറയുന്ന പോലെ 2024 മാർച്ച് 8-ാം തീയതി ഈ പാലക്കാടുള്ള ഈ ഒരു ഹോട്ടലിലാണ് ഇവർ രണ്ടുപേരും എത്തുന്നത്. ഇവിടുത്തെ രജിസ്റ്ററൊക്കെ തന്നെ കത്തിച്ചേറാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. പക്ഷെ അതൊക്കെ തന്നെ നേരത്തെ തന്നെ SIT അത് കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇനി 6, സൈബർ അധിക്ഷേപം. ഈ പറയുന്ന ഇരയുടെ ഐഡന്റിറ്റി അടക്കമുള്ളവ പുറത്ത് ആക്കിക്കൊണ്ട് സൈബർ അധിക്ഷേപം നടത്താനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ തന്നെ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും 7, ഒളിവിൽ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയുന്നു. അബ്സ്കോണ്ടന്റ് ആവാൻ, ഒളിവിൽ പോകാനുള്ള സാധ്യത. ഇതിന് മുൻപുള്ള 2 കേസുകളിലും ഒളിവിലായിരുന്നു. അതിനുശേഷം ഹൈക്കോടതിയിലേക്ക് പോകുന്നു ജാമ്യം തേടി. അവിടെ നിന്ന്
ജാമ്യം ലഭിച്ചതിന് ശേഷമാണ്, അറസ്റ്റ് തടഞ്ഞതിന് ശേഷമാണ് തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോലും രാഹുൽ മാങ്കൂട്ടം എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ഇയാൾ എവിടേക്കെങ്കിലും ഒളിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വ്യക്തമാകുന്ന സാഹചര്യവും ഉണ്ടാവുകയാണ്. എന്തായാലും മുൻ പിൻ നോക്കാനില്ല, മേലും കീഴും നോക്കാനില്ല, എല്ലാം പോയി ഈ രാജാവ് നഗ്നനായി നിൽക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ നഗ്നനായി നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ. അപ്പോൾ എന്തും സംഭവിക്കാം. ജാമ്യം കിട്ടണമെങ്കിൽ ജാമ്യം കിട്ടട്ടെ, ജാമ്യം കിട്ടിയില്ലെങ്കിൽ വേണ്ട, എന്ത് ഞാൻ നേരിടാൻ തയ്യാറാണ് എന്ന മട്ടിലാണ് രാഹുൽ മാങ്കൂട്ടം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അഭിഭാഷകനെ ആരെയും തന്നെ കാണേണ്ടതില്ല എന്നൊരു വാശി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം പിടിക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത്.